ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിന്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എക്സാം ആവാനായിട്ടുണ്ട്, ക്രിസ്മസ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ 6 ആക്ടിവിറ്റീസ്, 5 സ്കോർ ഈച്ച്. എന്താണ് പറയുന്നത്? 6 ആക്ടിവിറ്റീസിന് ആൻസർ ചെയ്യണം, ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. You know that all flowers are not similar. In many ways they are different. അപ്പോൾ എന്താണ് ഫ്ലവേഴ്സ്? ഫ്ലവേഴ്സ് എല്ലാ ഫ്ലവേഴ്സും ഒരുപോലെയല്ല, ഓരോ തരത്തിൽ അവ എന്താണ് വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. A flower with all the 4 parts, calyx, corolla, andrecium and gynoecium is a dash flower. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവറിന് അതിൻ്റെ എല്ലാ 4 ഭാഗങ്ങളും ആയിട്ടുള്ള കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യ ഉണ്ട്, ഗൈനീഷ്യ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഫ്ലവർ ആണ്? മെയിൽ ഫ്ലവർ ആണോ, ഫീമെയിൽ ഫ്ലവർ ആണോ, കംപ്ലീറ്റ് ഫ്ലവർ ആണോ? എന്താണ്? എല്ലാ 4 ഭാഗങ്ങളും ഉണ്ട്, 4 പാർട്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഫ്ലവർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ദ മെയിൻ പാർട്സ് ഓഫ് ദ ഫ്ലവർ ആർ പാർഷ്യലി ടാബുലേറ്റഡ്, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, സോ ചില ഭാഗങ്ങൾ അതിൽ പൂരിപ്പിച്ചിട്ടില്ല, അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. പെഡിസൽ പാർട്ട് പെഡിസൽ ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? കണക്ട് ദ ഫ്ലവർ ടു ദ പ്ലാന്റ്. നമ്മുടെ പ്ലാന്റിലേക്ക് ഫ്ലവറിനെ കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? പെഡിസൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാലിക്സ് തന്നിട്ടുണ്ട്. കാലിക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ട് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് എ ബഡ്. ഒരു ബഡ് ആവുമ്പോൾ, ഒരു മൊട്ടാവുമ്പോൾ ആ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ആര്? കാലിക്സ്. ഹോൾഡ് ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ്. അത് ബ്ലൂം ചെയ്താലും അത് വിരിഞ്ഞാലും അതിനെ ഹോൾഡ് ചെയ്യുന്ന ആളാണ് ആര്? കാലിക്സ്. ഇനി നെക്സ്റ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ആൻഡ്രീഷ്യം. എന്താണ്? ആൻഡ്രീഷ്യം. ഇനി നെക്സ്റ്റ് ഗൈനീഷ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈനീഷ്യം എന്തായിരിക്കും? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഗൈനീഷ്യം എന്തായിരിക്കും? ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ, ഒരു ഫ്ലവറിന്റെ ഷൂ ഫ്ലവർ ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട്, 1 എന്ന് എഴുതിയിട്ടുള്ള പാർട്ട് എന്താണ്? സ്റ്റിഗ്മയാണ്. എന്താണ്? സ്റ്റിഗ്മ. ഇനി രണ്ടാമത്തെ എന്താ? അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതെന്താണ്? പെറ്റലാണ്. ദെൻ മൂന്നാമത്തെ എന്താണ് കൂട്ടുകാരെ? മൂന്നാമത്തെ ഓവറി, നാലാമത്തെ സെപ്പൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2. ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ്? ഈ ഫ്ലവേഴ്സിൽ നിന്ന് റീപ്രൊഡക്റ്റ് ചെയ്തിട്ടാണ് എന്ത്? ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പോളൻ ഗ്രെയിൻസ് സീൻ ഇൻ എ ഫ്ലവർ? ഒരു ഫ്ലവറിൽ കാണുന്ന പോളൻ ഗ്രെയിൻസ് വേർ ആർ ദ? എവിടെയാണ് കാണപ്പെടുക? ആന്തർ, ഓവറി, സ്റ്റിഗ്മ, സ്റ്റൈൽ. എവിടെയാണ് പോളൻ ഗ്രെയിൻസ് കാണപ്പെടുക ഫ്ലവറിൽ? ആന്തറിൽ. എന്താണ്? ആന്തറിൽ. ഇനി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. മെയിൽ ഫ്ലവറിനെയും ഫീമെയിൽ ഫ്ലവറിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. അവ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കൊടുക്കാം? മെയിൽ ഫ്ലവർ, male flower has only stamens which are the male reproductive parts. അപ്പോൾ മെയിൽ ഫ്ലവറിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള സ്റ്റേമൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഇറ്റ് പ്രൊഡ്യൂസസ് പോളൻ ഗ്രെയിൻസ് ബട്ട് ഡസ് നോട്ട് ഹാവ് എ പിസ്റ്റൽ. അത് എന്തുണ്ടാക്കും? അത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും, പക്ഷെ അതിന് എന്തില്ല? പിസ്റ്റിലില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീമെയിൽ ഫ്ലവറിന് നമുക്ക് എന്ത് പറയാം? എ ഫീമെയിൽ ഫ്ലവർ ഹാസ് ഓൺലി ദ പിസ്റ്റിൽ. ഫീമെയിൽ ഫ്ലവറിന് ആര് മാത്രമേ ഉള്ളൂ? പിസ്റ്റിൽ മാത്രമേ ഉള്ളൂ. പിസ്റ്റിലാണ് എന്ത്? ഫീമെയിൽ ഫ്ലവറിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഓവറി വിത്ത് ഒവ്യൂൾസ് ആൻഡ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് പോളൻ ഗ്രെയിൻസ്. അതിന് എന്തുണ്ട്? അതിന് ഓവറി ഉണ്ട്, ഓവറിന്റെ അകത്ത് ഒവ്യൂൾസും ഉണ്ട്, പക്ഷെ അതിൻ്റെ എന്തില്ല? അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഇല്ല.
ഓക്കെ അല്ലേ? അപ്പം മെയിൽ ഫ്ലവറിൻ്റെ ഫീമെയിൽ ഫ്ലവറിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്? ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. എന്താണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അതുപോലെ എന്താണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്? എന്താണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? Unisexual flowers are flowers that contains only one reproductive part, either stamens or pistil. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനാകെ ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ സ്റ്റേമൻ ആയിരിക്കും, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റേമൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള പിസ്റ്റിലായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിളാണ് പപ്പായ, കോക്കനട്ട്, മെയ്സ് ഒക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ബൈസെക്ഷൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട് ബൈസെക്ഷൽ, രണ്ട് സെക്ഷൽ ഉണ്ട്. അതായത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് റീപ്രൊഡക്റ്റീവ് പാർട്സ്, stamens and pistil in the same flower. ഒരു ഫ്ലവറിൽ തന്നെ എന്തുണ്ടായിരിക്കും? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റേമനും ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള പിസ്റ്റിലും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹിബിസ്കസ്, റോസ്, മസ്റ്റാർഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആക്ടിവിറ്റി 3 ആണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ എ ഫ്ലവർ ദ ഓവറി ബിക്കംസ് ദ ഫ്രൂട്ട്. അപ്പം നമുക്കറിയാം ഫെർട്ടിലൈസേഷന് ശേഷം എന്തായിട്ട് മാറും? ഓവറി ഫ്രൂട്ടായിട്ട് മാറും. Which of the following flower has more than one ovary? അപ്പോൾ ഇതിൽ ഏത് ഫ്ലവറിനാണ് ഒരു ഓവറിനേക്കാൾ മോർ ദാൻ വൺ ഓവറി, അതായത് ഒന്നിൽ കൂടുതൽ ഓവറി ഉള്ളത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മാംഗോ, ബിറ്റർ ഗാർഡ്, ലേഡീസ് ഫിംഗർ, കസ്റ്റാർഡ് ആപ്പിൾ. അപ്പോൾ ഇതിൽ ഏതിനാണ് ഒന്നിൽ കൂടുതൽ ഓവറി ഉള്ളത്? കസ്റ്റാർഡ് ആപ്പിൾ. ഏതിനാണ്? കസ്റ്റാർഡ് ആപ്പിൾ. ഇനി നമുക്ക് അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്? ഗീവ് 2 എക്സാമ്പിൾസ്. എന്താണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്? അതിന് 2 എക്സാമ്പിൾസും പറയുക. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്? Multiple fruits are fruits formed from a group of flowers that are fused together. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഫ്രൂട്ട്സിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്. ഇനി അടുത്ത അതിലെ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അത് ക്ലാസിഫൈ ചെയ്യാനാണ്. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത്? മാംഗോ, പൈനാപ്പിൾ, പപ്പായ, കസ്റ്റാർഡ് ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ, സ്ട്രോബെറി, ഗുവ, റോസ് ആപ്പിൾ, പോളിത്തിയ ഫ്രൂട്ട്, ആപ്പിൾ, ബ്രെഡ് ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, സ്യൂഡോ ഫ്രൂട്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഫ്രൂട്ടിൻ്റെ താഴെ ഏതൊക്കെ വരും? മാംഗോ, പപ്പായ, ഗുവ. ഓക്കെ, നെക്സ്റ്റ് അഗ്രിഗേറ്റ് ഫ്രൂട്ടിലോ കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി, പോളിയാൽത്തിയ ഫ്രൂട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഫ്രൂട്ടിൽ പൈനാപ്പിൾ, ബ്രെഡ് ഫ്രൂട്ട്. ഇനി ലാസ്റ്റ് വൺ സ്യൂഡോ ഫ്രൂട്ടിൽ ഏതൊക്കെ വരും? ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ, റോസ് ആപ്പിൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 4 ആണ്. യു ഹാവ് ലേൺ ദാറ്റ് ദ എയർ വി ബ്രീത്ത് ഈസ് എ മിക്സ്ചർ. നമ്മൾ ശ്വസിക്കുന്ന എയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം മിക്സ്ചർ ആണ്. ദെൻ നമുക്കതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. കറക്റ്റ് ആൻസർ ഏതാണ് കൂട്ടുകാരെ? കറക്റ്റ് ആൻസർ നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് which component of air are being used in activities such as respiration and photosynthesis? ഏതാണ്? ഏത്
വിച്ച് കമ്പോണൻസ് ഓഫ് എയർ, എയറിൻ്റെ ഏത് കമ്പോണൻസ് ആണ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള റെസ്പിറേഷനും ഫോട്ടോസിന്തസിസിലും ഒക്കെ ഇൻവോൾവ് ആവുന്നത്. ഓക്സിജൻ ഈസ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. എന്താണ്? റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജനും കാർബൺ ഡയോക്സൈഡിന് വേണ്ടി ഫോട്ടോസിന്തസിസുമാണ്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ബേണിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്? പ്ലാസ്റ്റിക് വേസ്റ്റ് ബേൺ ചെയ്യുന്നതിൻ്റെ, കത്തിക്കുന്നതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്തൊക്കെയാണ്? റിലീസസ് ടോക്സിക് ഗ്യാസസ് ദാറ്റ് പൊല്യൂട്ട് ദ എയർ, എയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ടോക്സിക് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. കോസസ് ബ്രീത്തിങ് പ്രോബ്ലംസ് ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്. എന്താണ്? ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കും, വേറെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ഡാമേജസ് ദ ഓസോൺ ലെയർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗ്. എന്താണ്? ഓസോൺ ലെയറിനെ ഡാമേജ് ചെയ്യും. ഹാംസ് പ്ലാന്റ്, ആനിമൽസ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് ബൈ റിലീസിങ് പോയ്സണസ് കെമിക്കൽ ഇൻടു സോയിൽ ആൻഡ് വാട്ടർ. അപ്പോൾ എന്താണ്? ഈ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എൻവയോൺമെൻറ്റിനെയും ഒക്കെ എന്താണ്? അവരിനൊക്കെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ആൻസർ ഐദർ എ ഓർ ബി. ഒന്നില്ലെങ്കിൽ എ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ബി ആൻസർ ചെയ്യുക. എ ക്വസ്റ്റ്യൻ നോക്കാം. യു നോ ദാറ്റ് ദ മാറ്റർ ഹാസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം മാറ്ററിന് 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, ഇനി അതിലെ എ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ വേർ ദ മോളിക്യൂൾസ് ആർ ദ ക്ലോസസ്റ്റ്? അപ്പോൾ ഇതിൽ ഏതിലാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് മോളിക്യൂൾസ് ഉണ്ടാവുക? സോളിഡിലല്ലേ മോളിക്യൂൾസ് ഒക്കെ ക്ലോസ്ലി ആൻഡ് ടൈറ്റ്ലി പാക്ഡ് ഇൻ സോളിഡ്സ്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വൈ ഡു ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഡോണ്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്? എന്തുകൊണ്ടാണ് ഗ്യാസസിനും അതുപോലെ ലിക്വിഡ്സിനും ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ലാത്തത്? ബിക്കോസ് ദെയർ മോളിക്യൂൾസ് ആർ ലൂസ്ലി പാക്ഡ് ആൻഡ് ക്യാൻ മൂവ് ഫ്രീലി. അവരുടെ മോളിക്യൂൾസ് ഒക്കെ വളരെ ലൂസായിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻ ബൈ എ പ്യുവർ സബ്സ്റ്റൻസസ്? ഗീവ് എക്സാമ്പിൾ. പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസസ് ആർ മെറ്റീരിയൽസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ. ഒരു കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നു. അതിൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഗോൾഡ്, ഓക്സിജൻ, സോഡിയം ക്ലോറൈഡ് ഒക്കെ. ഓക്കെ, ഇനി നമുക്കതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി യൂസ് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് ഇൻ മെനി സിറ്റുവേഷൻ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്? അപ്പോൾ എന്താ? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസിൻ്റെയും മിക്സ്ചറിൻ്റെയും ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ, അയൺ പൗഡർ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് യൂസിങ്. അയൺ പൗഡർ എങ്ങനെയാണ് നമുക്ക് സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? ബൈ യൂസിങ് a magnet. ഇനി ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്. അപ്പോൾ എന്താണ്? കേർഡിൽ നിന്ന് ബട്ടർ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? ദ കേർഡ് ഈസ് ചൺഡ് വെൽ യൂസിങ് എ ചർണർ ഓർ മിക്സ്ചർ. അപ്പോൾ മിക്സ്ചർ വെച്ചിട്ട് കേർഡ് ഒന്ന് മിക്സ് ചെയ്യുക. ദ ബട്ടർ സെപ്പറേറ്റ്സ് ആൻഡ് ഫ്ലോട്ട് ഓൺ ദ സർഫസ്. അപ്പോൾ സർഫസിൽ എന്താണ്? ബട്ടർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ദെൻ കളക്റ്റഡ് ഫ്രം ദ ബട്ടർ മിൽക്ക്. എന്നിട്ട് അത് ബട്ടർ മിൽക്കിൽ നിന്ന് കളക്ട് ചെയ്യുക. ഇനി സി എന്താ? എക്സ്പ്ലെയിൻ the method of preparation of natural drink consumed during summer. അപ്പോൾ എന്താണ്? സമ്മറിൽ കുടിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് നാച്ചുറൽ ഡ്രിങ്ക് നോക്കി നോക്കാം. എ ഫ്രൂട്ട് സച്ച് ആസ് ലെമൺ ഓർ ടെൻഡർ കോക്കനട്ട് ഈസ് സെലക്റ്റഡ് ആൻഡ് ക്ലീൻ. ദ ജ്യൂസ് ഓർ വാട്ടർ ഈസ് എക്സ്ട്രാക്റ്റഡ്, മിക്സ്ഡ് വിത്ത് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഷുഗർ ഓർ സോൾട്ട് ആസ് നീഡഡ് ആൻഡ് ദെൻ സെർവ്ഡ് ഫ്രഷ് ആസ് എ കൂളിംഗ് ഡ്രിങ്ക്. നമുക്ക് എന്തുണ്ടാക്കാം? നമുക്ക് ടെൻഡർ കോക്കനട്ടോ ഇട്ടോ അല്ലെങ്കിൽ ലെമണും കുറച്ച് പഞ്ചസാരയും അല്ലെങ്കിൽ സോൾട്ടും ഒക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കാനായിട്ട് സമ്മറിൽ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.